രാവിലെയായി. ഇവിടെ കുടുംബശ്രീയിൽ നിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാവരും കാണിക്കാം കേട്ടോ. ഞാൻ എന്താ ഇത് നിഴല് കാണാണ്ടല്ലേ? എവിടെ പോയാൻ പോയോ? അതാ. ഹായ്, ഗുഡ് മോർണിംഗ്. മുടിയൊക്കെ ചപ്രം മുടിയെ മാറി ഇറങ്ങി എണീറ്റപ്പോഴേക്കും. രാവിലെ കുറച്ച് ഇഡലിയൊക്കെ ഉണ്ടാക്കാണ്ട് ഇവർക്ക്. സാമ്പാർ വെട്ടി തിളയ്ക്കുന്നു. അമ്മ അത് അവിടെ കേറിയിരിക്കുന്നു. അതെയോ? എത്ര ഇഡലിയാ മുത്തശ്ശി? ആ, എല്ലാ മാസവും ഉണ്ടല്ലോ ആദ്യത്തെ ഞായറാഴ്ച. ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ഞായറാഴ്ച. പക്ഷെ ഇവിടെ ഉറുമ്പ് പിടിക്കേ. ഉറുമ്പുണ്ട്. ഇപ്പൊ മഞ്ഞായില്ലേ അമ്മു? അവിടെ ഉറുമ്പുണ്ട് മിറ്റത്തെ. അപ്പൊ അത് ഇളക്കി പിന്നെ അവര് എല്ലായിടത്തേക്കും ഓടും. അങ്ങനെ തോന്നില്ല, കാലൊന്നും അങ്ങനെ കേറിയതൊന്നും തോന്നില്ല കേട്ടോ. കുറച്ച് ഇപ്പൊ രണ്ടാമത് ഇറങ്ങിയപ്പോ മനസ്സിലായി. അന്നേരം കൊറേ കൊറേ മുന്നേ കണ്ടു. എന്നിട്ട് ഇപ്പൊ എന്തായിണ്ടറിയോ? ഈ ടൈൽസിന്റെ ഭാഗല്ലേ അതേ നടന്നിട്ടാ പോകുന്നു വെള്ളമൊക്കെ എടുക്കാൻ. അങ്ങോട്ട് ഇറങ്ങിയാ കടിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇട്ട ചെരുപ്പിലൊക്കെ കേറിണ്ടോ? അവരെ കൂടെ ഇറങ്ങിയതായി. അങ്ങനെ ഇഡലി എടുക്കാനായോ മുത്തശ്ശി? ഇതായ ഇഡലി. ഇത് മാവ് മുത്തശ്ശി ഒഴിച്ചു വെച്ച ഇഡലിയാ. ഇവിടെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ആ അതെ. പിന്നെ അതെ. അപ്പൊന്നും തണുപ്പില്ല. എപ്പോഴാണ് തണുപ്പ്? പിന്നെ അങ്ങനെ തട്ടില്ലേ എണ്ണ കഴിക്കും. അപ്പൊ ശരിക്കും പിന്നെ ഇപ്പൊ കൊറേ 3-4 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും എണ്ണ പരത്തും. നോക്കുമ്പോ പാത്രത്തിൽ എണ്ണ തന്നെ കത്തിയായിരിക്കും. അമ്മ എന്തിനാ ഇറക്കുന്നത്? എന്നൊന്ന് ഇഡലി സാമ്പാർ. കൊറേ നാളായി ഇഡലി സാമ്പാറും കഴിച്ചിട്ട്. എന്ന് ഗോതമ്പ ഇപ്പൊ രാവിലെ? ഗോതമ്പ് ദോശ, ഗോതമ്പ് പുട്ട്, അല്ലെ ചപ്പാത്തി? ഉപ്മാവ്, ചപ്പാത്തി. ഒന്നൊന്ന് ഇഡലി ആയിട്ട്. എത്ര നാളായി? അതെ, ചട്നി എനിക്ക് എടുത്തേക്കണേ. ചട്നി ഇവിടെ പറഞ്ഞാലേ കിട്ടുള്ളൂ എപ്പോഴും. എന്താ അറിയോ, അധികം ഉണ്ടാവില്ലേ ചട്നി. അപ്പൊ കുറച്ച് ലേശം നാളികേരം അധികം ചിരകിട്ടുണ്ട്. ഇന്ന് ഞങ്ങള് 3 ഒരുമിച്ചാ കഴിക്കണേ. ഞാൻ, മാളു, കുഞ്ഞാവ. സ്കൂളിലല്ലോ അല്ലേ? നാളെ നിന്ന് സനാതന ക്ലാസ് ഉണ്ട്. അതിന് പോണ 7 മണിയാകുമ്പോ. അധികം നിക്കാൻ പറ്റില്ല അമ്മ. ഉറുമ്പ് കടി പറഞ്ഞെന്താ അറിയാം, മുത്തശ്ശിന്റെ 6 മണിക്ക് കൊണ്ടേക്കും. 6 മണിക്ക് ഇതിന് 6 മണിക്ക് 6:45 നിൽക്കാൻ. ആ പറഞ്ഞാൽ നീ വീട്ടിൽ കേട്ടോ. അതെ, ചൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 6 മണിക്കൊന്നും കൊണ്ട കാര്യമില്ല. മുത്തശ്ശി ഒരു തട്ട് വെച്ചു. അത് 3ാമത്തെ. കൂടി ആയാല് ഇത് കൂടെ വേണ്ടു. കൂടി ആയാ 320-ഉം 348 ഇഡലിയോ 350 കുറവ് വരും. മാവൊക്കെ കഴിഞ്ഞോ? അമ്മക്ക് കഴിക്കല്ലേ? അതാ ഞാൻ ചോദിച്ചേ. ഇതിനും ബാക്കി വരും. ശരി. പണ്ടൊക്കെ തോട്ടിലൊക്കെ കുടിക്കാൻ പോയിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ.
എന്നിട്ടേ അയ്യോ തണുത്തിട്ട് നമുക്ക് വലിയ ഉത്സാഹത്തില് കൂട്ടോ കുളിക്കാ തുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും. എന്ത് തുടിക്കലോ അടക്കുമ്പോ ഭയങ്കര തണുപ്പാവും. ആദ്യം തണുപ്പ് പിന്നെ ഉണ്ടാവില്ല. എന്റെ തിരുവാര അങ്കമാലി ഭാഗത്തൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞു അവരൊക്കെ തീ കഴിഞ്ഞൊക്കെ ഇരിക്കും. ചമ്മലൊക്കെ കൂട്ടിയിട്ട് തീ കാഞ്ഞങ്ങനെ ഇതൊക്കെ പിന്നെ കുളിക്കാൻ പോകും. പിന്നെ അവിടെ അടുത്തുള്ളവരൊക്കെ വരാൻ വേണ്ടിട്ട് കുറവിടും രാവിലെ തന്നെ. കുളിക്കാൻ പോണവരൊക്കെ ഒന്നിച്ച് വരാൻ വേണ്ടി കുറവിട്ടുകൊണ്ടാണ് പോവുക. അപ്പൊ അടുത്തുള്ളവർ വേണ്ടവരൊക്കെ എല്ലാരും കുളിക്കാൻ പോയിട്ട് ഒന്നിച്ച് പോവാലോ. പണ്ടത്തെ കാലത്തൊക്കെ പിന്നെ വേങ്ങര എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് പിന്നെ പോകുമ്പോ അടുത്തുള്ളവരൊക്കെ ആകുമ്പോ കുളിക്കാൻ പോയി എങ്ങനെ അറിയാം. അത് പിന്നെ വിളക്ക കുളത്തിൽ വേണം. പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അതെ പണ്ടൊക്കെയാണല്ലോ പാതിരാപ്പൂ ചൂടല്. ഞാനൊക്കെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ എന്താ പറയാ അമ്മയ്ക്കൊന്നും അങ്ങനെ കഴിക്കാൻ വയ്യാതൊക്കെയാണ്. 12 മണി വരെ ഉറക്കം വെച്ചിരിക്കും. പിന്നെ 12 മണിക്കാണ് പാതിരാപ്പൂ ചൂട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടന്നു തുടങ്ങും. കിട്ടാൻ തന്നെ എവിടെയെങ്കിലും കാണാൻ തന്നെ ഉണ്ടോ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇന്നലെ ചേച്ചി കമന്റിൽ ചോദിച്ചായിരുന്നേ തിരുവാതിരക്ക് എന്തൊക്കെയാ നിങ്ങൾ ചെയ്യാന്നൊക്കെ ഉള്ളത് കാണിക്കോ വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ ചെയ്തായിരുന്നു. പിന്നെ പണ്ട് ഇവിടെയൊക്കെ ഈ കാവിന്റെ ഇവിടെയൊക്കെ പാതിരപ്പൂവൊക്കെ ഉണ്ടായിരുന്നു ചോപ്പ് കളറില്. ഇപ്പൊ അങ്ങനെയൊന്നും കാണാൻ എന്തായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഒരു ഊഞ്ഞാലാട്ടുണ്ട്, മുറുക്കലുണ്ട് അല്ലേ? 108 വെറ്റില മുറുക്കണം. അത് പിന്നെ മംഗല്യുള്ളവരെ ഉണ്ട്. വെറ്റില മുറുക്കലൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. പൂ ചൂടും. അമ്മ സാമ്പാർ ഇപ്പൊ ഏത് രീതിയിൽ നിക്കണം? ജസ്റ്റ് കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളിട്ട് മഞ്ഞപ്പൊടി ഇട്ടൂല്ലേ? അപ്പൊ ഉള്ളിയും കിഴങ്ങൊക്കെ ഉള്ളി ഇല്ല? പരിപ്പ് ഒരു 8 മണിയാകുമ്പോ വേറെ ഒരു വേദം പഠിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഉദ്ഘാടനം ആയിരുന്നു. പോയി. അപ്പൊ ഈ ഞായറാഴ്ച മുത്തശ്ശിക്ക് വേദം പഠിക്കാണെങ്കിൽ പോകണം. അതെയോ? എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇനി എന്തൊക്കെ എന്തായാലും മുഴുവനൊന്നും അവര് അറിയാൻ ആകെ 4 മാസമാണ് അവരുടെ ക്ലാസ്. ആഴ്ചയില് 4 മാസത്തിന് 4 ക്ലാസ്സല്ലേ കിട്ടുള്ളൂ. അതൊന്നും പാവില്ല. എന്നാലും എന്താ നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടൂല ഇന്ന്. നമുക്ക് അത്രയും നേരം അവിടെ പോയി ഇരിക്കും ചെയ്യുക. ആൾക്കാരായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്യാറ് തിരൂർക്കാട് അല്ലേ? അപ്പൊ അവിടെ പോകുമ്പോ ഇതില് കൊണ്ടുപോകണല്ലോ. ആ ഓട്ടോ കണ്ട് കയറാൻ കുറച്ച് ദൂരം 2 രൂപയാണ് ഓട്ടോന്. അവിടെ ഇറങ്ങാം. അപ്പൊ അമ്പലത്തിൽ തൊഴിൽ വഴി ശിവന്റെ അമ്പലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസേ ഇന്നലെ മിഞ്ഞാന്നത്തെ ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു എല്ലാതും മുത്തശ്ശിയുടെ പേജത്തെ. അപ്പൊ അതിലൊരു കുട്ടി മെസ്സേജ് അയച്ചു, മുത്തശ്ശീനെ ഞാൻ തിരൂർക്കാട് വെച്ച് കണ്ടു, വേദ ക്ലാസ്സിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഒരു പെൺകുട്ടി, എന്താ പേര് ഓർമ്മയില്ല. ആണോ? കല്യാണം കഴിച്ച മഞ്ചേരി മകള്. പിന്നെ അല്ല, അത് കല്യാണം കഴിക്കാത്ത കുട്ടിയാ. അതെ, ചെറിയ കുട്ടിയല്ലേ? പട്ടോടെ ഇട്ടിട്ടാ. പട്ട് അത്ര ചെറുതല്ല. അതല്ല ഇത് എന്താ ഒരു +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാ. കണ്ടിണ്ടാവും. അതിൽ നിന്നിട്ട് ആ കുട്ടി എന്താ ഒരു അവിടെ എല്ലാരും കൂടെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എടുക്കലൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എന്നിട്ട് അയച്ചു തന്നു. അതില് മുത്തശ്ശി എന്നിട്ട് ഏതോ സീനിലൊക്കെ ഉണ്ട്. ഞാനത് പറയാൻ ശരിക്കും മറന്നു. ഇന്നിപ്പോ ഇന്ന് വേദത്തിന്റെ ക്ലാസ് പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്ന്. ഞാൻ മറന്നാ. ഞാനത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ മെസ്സേജ് ഇങ്ങനെ വരുന്നത് ചെക്ക് ചെയ്യുമ്പോ ഈ ടിപ്പുകളെ പറ്റിയൊക്കെ ഓരോരുത്തർ സംശയം ചോദിക്കുമ്പോഴേ അപ്പൊ അതൊക്കെ മുത്തശ്ശിക്ക് ചോദിക്കാൻ വേണ്ടി മുത്തശ്ശിക്ക് കൊടുക്കുമല്ലോ. അതിലേ ആ കുട്ടി എന്നിട്ട് എന്നോട് ചോദിച്ചേ, മുത്തശ്ശി അപ്പൊ അടുത്ത ആഴ്ച വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, മുത്തശ്ശി അന്ന് വെറുതെ ഉദ്ഘാടനത്തിന് വന്നതാ. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, വരില്ല കേട്ടോ എന്ന് പറഞ്ഞു.
ഞാൻ കുട്ടീനെ അവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ എന്നാ മുത്തശ്ശി ആ കുട്ടീനെ അവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാലേ പരിചയപ്പെടൂ. അങ്ങനെ എന്താ തോന്നുന്നുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കൂ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു ചോദിച്ചു നോക്കൂ കേട്ടോ. പേരെനിക്ക് എന്താ ഓർമ്മ കിട്ടണില്ല. അതെ അതെ സംസാരിക്കാൻ പറ്റില്ല. അതെ അതെ. പിന്നത്തെ എന്താ അറിയോ, അത് എത്ര തട്ട് എടുക്കാതിരിക്കാനാണ് ഇത്. ഓരോരോ തട്ടെടുക്കുമ്പോ ഓരോരോ ഇതിലിട്ട് വെക്കും. അതെന്തിനാ? എന്നാലും നമ്മള് ഒന്നിച്ചുണ്ടാവും. എത്ര തട്ടെടുത്തു എത്ര ഓരോരുത്തർ കൊടുക്കേണ്ട എന്നാലേ എളുപ്പമായില്ലേ. ഓ ഇന്റെ അമ്മേ തല. തല ഇതിനൊക്കെ കുറച്ചൊക്കെ തല വേണം. അപ്പൊ ഇത്ര തട്ടാണ് ഇപ്പൊ മുത്തശ്ശി വെച്ചത്. ഓ അത് കൊള്ളാലേ. 7 തട്ട്, 8ാമത്തെ അതും കൂടി ഇട്ടാല് അതെ. എത്ര ഇഡലി ഉണ്ട് എന്നുള്ളത് ഈ പാത്രത്തെ എണ്ണി മതിയില്ലേ. അപ്പൊ എത്ര തട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓ അത് നല്ല ടിപ്പാ. അത് മുത്തശ്ശിക്ക് ആരാ പറഞ്ഞെന്ന്? ഞാൻ കണ്ടുപിടിച്ചതല്ല. ആ രസമുണ്ടല്ലേ. ആ അല്ല മുത്തശ്ശി, മുത്തശ്ശി ജഗജില്ലിയാണ്. അതെന്താ അറിയോ, പിന്നെ ഇതിങ്ങനെ ചെയ്യുന്ന ഞാൻ കുട്ടിയാകുമ്പോഴേ കുട്ടിച്ചല്ല കുറച്ചുകൂടെ പ്രായമായിരിക്കും. അപ്പൊ എന്റെ കൈ നോക്കലുണ്ടായി. അന്നൊരു വല്യമ്മനെ അറിയില്ല നോക്കാൻ. അവരെ ബന്ധത്തില് അവര് കൈ നോക്കണ ആളത്. എന്നിട്ട് എന്റെ കൈ ഒരു ദിവസം കാണിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞേ ലോട്ടറി കിട്ടാനുള്ള യോഗ ഉണ്ട്, അങ്ങനെ സമ്പാദിക്കുന്നു, അങ്ങനത്തെ കൊറേ. അന്നൊക്കെ യാതൊന്നും അറിയാം. അപ്പൊ ഞാൻ എന്തുണ്ടായിട്ട് നമ്മൾ എന്ത് സമ്പാദിക്കാൻ എന്ത് പണി. പിന്നെ സ്കൂൾ പോക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ സ്കൂൾ പോക്കും ഉണ്ടായില്ലല്ലോ. പിന്നെ വീട്ടിലെ അമ്മയിൽ അങ്ങനെ കൊറേ എങ്ങനെയുണ്ട് ഞാൻ സമ്പാദിക്കുക വിചാരിച്ചു. ഇപ്പൊ എന്തായാലും ഇത്രത്തോളം എത്തിയിട്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴും അയാൾക്ക് മരിച്ചു പോയി. അല്ലെങ്കിൽ എന്റെ കയ്യോ നോക്കിക്കായിരുന്നു. അപ്പൊ അയാള് പറയണ്ട. അപ്പൊ അയാള് പറഞ്ഞു ശരിന്നെ. എത്ര ലക്ഷക്കണക്കില് കുട്ടി പറഞ്ഞാല് ഞാൻ എന്റെ കൈ കൊണ്ട് പണിയെടുത്തിട്ട് ഓണക്കാലൊക്കെ എത്ര പൈസ കൈ കൊണ്ട് വാങ്ങാറ്. അതെ. പിന്നെ ബാങ്കിൽ വലിയ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് കൈയുണ്ട്, പിന്നെ ആർട്ടി ഇറക്കിട്ട്. അതെ. അങ്ങനെയൊക്കെ നമ്മളെ കാര്യത്തിന് നമ്മളെ കയ്യിൽ ആരോട് ആശ്രയിക്കാതെ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യം തന്നെയല്ലേ അമ്മു? അതെ അത് സത്യ. മുത്തശ്ശിയാണ് എന്റെ ഇൻസ്പിറേഷൻ. അതെ അതെ. പിന്നെ യൂട്യൂബ് തുടങ്ങാനും. അതെ അതെ അതെ. നമ്മളെ ഇഡലികളെല്ലാം 300 മുത്തശ്ശി അതും കൂടെ എടുക്കണല്ലേ. അങ്ങനെ ഇതാ നമ്മള് പരിപ്പില് സാമ്പാർ ഇടുക എന്ന് പറയാൻ നിക്കരുത് അമ്മേ. സാമ്പാറിലേക്ക് നമ്മള് സാമ്പാറിലേക്ക് പരിപ്പെല്ലാം വേവിച്ചത്. അതെ എല്ലാ കഷ്ണങ്ങളും. അതെ വേവിച്ച കഷ്ണത്തിലേക്ക് പരിപ്പ് ഇടുകയാണ്. അതെ. അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞു വെച്ചു. പുളി നേരത്തെ വയ്ക്കേണ്ടതാണ്. വൈകിപ്പോയതാ. അങ്ങനെ രാവിലെയായി. ഇതാ ഇപ്പൊ എത്ര പെട്ടെന്നാ നേരം വെളുത്തതല്ലേ. ഇവിടെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ദാ കറിവേപ്പില പോയി പറിച്ചു കൊണ്ടുവരികയാണ്. വിളിച്ചാലും പുറത്തിറങ്ങുമ്പോ ഒരു തണുപ്പ്. പത്താറല്ലേ പറഞ്ഞ അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ഇതിലേക്ക് വറുത്തിട്ട് മാത്രമേ വേണ്ടൂ അല്ലേ? അതെ. ചട്ടനി കൂടെ അരക്കാണ്ട് അതും കൂടെ അരക്കണം. ഇവര് തിരക്കിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ പാത്രം കഴുകുകയാണ്. ചട്ടനി അരക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മള് നിർത്തിയിട്ടോ. അപ്പൊ ചട്ടനി നേരമായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ.